പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഓഫീസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. ഇതാണ്ടോ നമ്മളുടെ ഓഫീസ് വരുന്നത് കാക്കനാട് അത്താണിയിലാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓഫീസ് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസുകളാണ് ഔട്ട് ഷിഫ്റ്റിങ്, ഓഫീസ് ഷിഫ്റ്റിങ്, കാർ ട്രാൻസ്പോർട്ടേഷൻ, ബൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള സർവീസുകളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പിൻ്റെ സ്റ്റിക്കറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ ബില്ല് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് എഴുതി കൊടുക്കണം എന്ന് കരുതി ഒന്നാണ്. അതിനുശേഷം പാക്കിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട് ഇന്ന് നമുക്കുള്ള വർക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നും തലശ്ശേരിക്കാണ്. നമുക്ക് കുറച്ച് ഫർണിച്ചറൊന്നുമില്ല, കുറച്ച് ബുക്സ്, കിച്ചണിലുള്ള പാത്രങ്ങൾ, ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് പാലാരിവട്ടം പാലം എത്തി. അങ്ങനെ നമ്മൾ വടുതലയിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ട ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ടേപ്പ് എടുക്കാൻ മറന്നു, ഈ പാക്കിങ്ങിന് ഉപയോഗിക്കാനുള്ള ടേപ്പ് എടുക്കാൻ മറന്നു. അപ്പോൾ അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ ഒരു 2-3 ടേപ്പ് വാങ്ങിച്ച് എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ടേപ്പൊക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് എത്തി. അപ്പോൾ ഇതാണല്ലോ നമ്മളുടെ സാറ് തലശ്ശേരിയല്ല, പയ്യന്നൂരാണ് നമ്മളുടെ സാറിൻ്റെ സ്ഥലം. സാറിൻ്റെ മകൾ ഇവിടെ ഡോക്ടറിന് പഠിക്കുകയാണ്. അപ്പോൾ മകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആൾ ഇന്ന് തലശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നതാണ്, ഇത് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സാറ് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നതാണ്. ഇതെന്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് എന്നുള്ളത് ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ സാധനങ്ങൾ, ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം സാറ് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഫ്രിഡ്ജ്, പിന്നെ ആ വാഷിംഗ് മെഷീൻ, ഇത് രണ്ടുമാണ് കിച്ചണിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളൂ. പിന്നെ നമുക്ക് അവിടെ ഇരിക്കുന്ന ചെറിയ ഐറ്റംസും ഈ റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെഡുണ്ട്, പിന്നെ ഈ കസേരകൾ, ആ ഒരു മടക്കി വയ്ക്കാവുന്ന കട്ടിൽ, ആ ഒരു ടേബിള്, പിന്നെ AC, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റൂമിലുള്ളത്. ഇത് നമുക്ക് ഇപ്പോൾ ഈ കിച്ചണിലെ ഈ ഐറ്റംസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഒന്ന് പാക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ പാക്കിങ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകളിലായിട്ടായിരിക്കും അവരത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഒരു സാധനം മാത്രം എടുത്തിട്ട് കുറേ പ്രാവശ്യം ഇവിടേക്കും പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മൾ കൊണ്ടുവന്ന വലിയ കാർട്ടൺ ബോക്സുകളാണ് നമ്മൾ അതിനുവേണ്ടി ഒരു മീഡിയം സൈസുള്ള കാർട്ടൺ ബോക്സുകളിലേക്ക് അവിടെ ഇരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്. പിന്നെ അതേപോലെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് പോകത്തില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഓരോ ബോക്സുകളിലേക്കാക്കി. അപ്പോൾ ആ ബോക്സിൻ്റെ നമ്പറും ഇട്ട് വയ്ക്കുന്നതാണ് ഇത്. അങ്ങനെ സാറും കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. സാറും പാക്കിങ്ങിനൊക്കെ കൂടി. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റാപ്പ് ചെയ്യുന്നതാണ്. പാക്ക് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് നമ്മൾ ഈ സ്ട്രെച്ച് ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ഒന്നും ഫുൾ വീഡിയോ ഒന്നും നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളൊരു തുടക്കക്കാരനായതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയില്ലാത്തതുകൊണ്ട് ആ സമയത്തേക്ക് വണ്ടി വന്നു. വണ്ടിയിലിപ്പോൾ ഇത് ചെറിയ വഴിയായതുകൊണ്ട് നമ്മൾ എപ്പോഴും അവിടേക്കൊന്നും ഇവിടെയൊന്നും വണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും മാറ്റി കൊടുക്കേണ്ടി വരും. ഈ സാധനങ്ങളാണ് കേട്ടോ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കയറ്റി വെച്ച് ലോഡിങ് എല്ലാം കഴിഞ്ഞു. പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് വണ്ടിയും തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ്, തലശ്ശേരിയില്ല അവിടെ നിന്ന് തന്നെയാണ് വണ്ടിയും വന്നത്. അങ്ങനെ നമ്മൾ വണ്ടിക്ക് ടാറ്റ പറഞ്ഞ് പോകുന്നതാണ് വണ്ടി കാണുന്നത്. ഔട്ട് ഷിഫ്റ്റിങ്ങുമായിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമുക്ക് കേരള, തമിഴ്നാട്, കർണാടക സർവീസാണുള്ളത്. ഡോർ ടു ഡോർ സർവീസാണ്. അപ്പോൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.